ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSC നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂട്ട്, സ്റ്റെം തുടങ്ങിയവയുടെ പ്രാഥമിക ഘടനയാണ്. അതായത് പ്രൈമറി സ്ട്രക്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വണ്ണം വയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ട്രക്ചർ, ചെടികൾ വണ്ണം വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനെ കാണപ്പെടുന്നു, അതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ പറയുന്നത്. പോകാം വീഡിയോയിൽ. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റൂട്ടിന്റെ സ്ട്രക്ചറാണ്. റൂട്ട് രണ്ട് തരത്തിലുണ്ടെന്ന് നമുക്കറിയാം. ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും. അതായത് ദ്വിബീജപത്ര വേരും ഏകബീജപത്ര വേരും. ഇതിന്റെ രണ്ടിന്റെയും റൂട്ടുകളുടെ സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കമ്പാരിസൺ ആദ്യം പറഞ്ഞിട്ട് ഡീറ്റെയിലോട്ട് പോകാം. പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു റൂട്ടിനെ പ്രധാനമായിട്ട് മൂന്ന് റീജിയൻ, ഏരിയ അല്ലെങ്കിൽ മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കാം. ഒന്നാമത്തെ ഭാഗമാണ് ഉപരിവൃതി അഥവാ എപ്പിഡെർമിസ്. രണ്ടാമത്തെ ഭാഗമാണ് കോർട്ടക്സ് അഥവാ ആവൃതി. മൂന്നാമത്തെ ഭാഗമാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കാണ്ഡമായാലും ഇലയായാലും റൂട്ടായാലും മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കാം. എപ്പിഡെർമിസ്, കോർട്ടക്സ് ആൻഡ് സ്റ്റീൽ. ഉപരിവൃതി, ആവൃതി ആൻഡ് സ്റ്റീൽ എന്നിങ്ങനെ മൂന്നാക്കി തിരിക്കും. ഒരു ഡൈക്കോട്ട് റൂട്ടായാലും മോണോക്ക് റൂട്ടായാലും ഏറ്റവും പുറമേ കാണപ്പെടുന്ന അതിന്റെ ബാഹ്യ ആവരണത്തെ എപ്പിഡെർമിസ് എന്ന് പറയും. ഈ എപ്പിഡെർമിസ് രണ്ട് റൂട്ടിലും ഒരുപോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. എപ്പിഡെർമിസിന്റെ അകത്ത് റൂട്ട് ഹെയർ കാണാം, എന്നാൽ ക്യൂട്ടിക്കിളും അതുപോലെ സ്റ്റൊമാറ്റ, ആസ്യരന്ധ്രങ്ങളും സുഷിരങ്ങളും ആബ്സെന്റ് ആയിരിക്കും. ഇത് രണ്ട് റൂട്ടിലും മോണോക്കോട്ടായാലും ഡൈക്കോട്ടായാലും ഒരുപോലെ തന്നെയാണ്. അടുത്തത് കോർട്ടക്സ് ആണ്. എപ്പിഡെർമിസിനും സ്റ്റീലിനും ഇടയ്ക്കുള്ള ഭാഗമാണ് കോർട്ടക്സ് എന്ന് പറയുന്നത്. ഈ കോർട്ടക്സ് രണ്ടിലും ഒരുപോലെ തന്നെയാണ്, ഹോമോജീനിയസ് നേച്ചർ ആണ്. അതായത് ഡൈക്കോട്ടായാലും മോണോക്കോട്ടായാലും ഹോമോജീനിയസ് നേച്ചർ, ഒരേ തരം കോശം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മോണോക്കോട്ടില് ചിലപ്പോൾ എയർ ക്യാവിറ്റി, വായു അറകൾ കാണാൻ കഴിയും. ഒന്നാം ചിത്രം നോക്കുക, അതാണ് ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഈ കോർട്ടക്സിന്റെ ലിമിറ്റിംഗ് ലെയർ ആണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. എൻഡോഡെർമിസ് രണ്ട് റൂട്ടിന്റെയും എൻഡോഡെർമിസിലെ ഒരു പ്രത്യേക തരം തിക്കനിങ്, ഒരു സ്യൂബനം കൊണ്ടുള്ള മെറ്റീരിയൽ കൊണ്ട് കോട്ടിംഗ് ഉണ്ടാവും. അതിനെ കാസ്പെരിൻ തിക്കനിങ് എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അത് കഴിഞ്ഞ എൻഡോഡെർമിസ് ശേഷമുള്ള പെരിസൈക്കിൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് എൻഡോഡെർമിസിന് ശേഷമുള്ള മൊത്തം ടിഷ്യൂവിനെ സ്റ്റീൽ എന്ന് പറയുന്നു. സ്റ്റീല് സ്റ്റാർട്ട് ചെയ്യുന്നത് പെരിസൈക്കിളിൽ നിന്നായിരിക്കും. പെരിസൈക്കിളും രണ്ട് റൂട്ടിലും വലിയ വ്യത്യാസമില്ല. പിന്നെ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സൈലത്തിന്റെ എണ്ണത്തിലാണ്. മോണോക്കോട്ടില് 6-ൽ കൂടുതൽ സൈലവും ഫ്ലോയും കാണപ്പെടും. ഡൈക്കോട്ടില് 2 മുതൽ 6 സൈലം വരെ, 2 മുതൽ 6 ഫ്ലോയം വരെ കാണാൻ കഴിയും. പിന്നെ അതിന്റെ ഏറ്റവും ഇന്നർ പാർട്ട്, സ്റ്റീലിന്റെ ഏറ്റവും ഇന്നർ പാർട്ട് എന്ന് പറയുന്നത് പിത്ത് എന്ന് പറയും. ഈ പിത്ത് മോണോക്കോട്ടിൽ കുറച്ച് വലുതായിരിക്കും, ഡൈക്കോട്ടിൽ ചെറുതായിരിക്കും. ആ രണ്ട് ചിത്രം നോക്കുക. വേറെ വ്യത്യാസങ്ങളൊന്നും കാണപ്പെടുന്നില്ല. ബാക്കി എല്ലാ ഫീച്ചറും രണ്ടിലും ഒരുപോലെയാണ്. ആകെ വ്യത്യാസം കോർട്ടക്സിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് പറയും. മോണോക്കോട്ടിൽ ചിലപ്പോൾ ഒരു ഔട്ടർ കോർട്ടക്സ് കാണാം, ഒരു എയർ ക്യാവിറ്റി കാണാം. പിന്നെ സ്റ്റീൽ എത്തുമ്പോൾ പിത്ത് കുറച്ച് വലുതായിരിക്കും മോണോക്കോട്ടില്, ഡൈക്കോട്ടിൽ ചെറുതായിരിക്കും, ചിലതിൽ ആബ്സെന്റ് ആയിരിക്കും. പിന്നെ സൈലത്തിന്റെ ഷേപ്പ് ഡൈക്കോട്ടില് പോളിഗണൽ ഷേപ്പിലായിരിക്കും, മോണോക്കോട്ടില് റൗണ്ട് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. മറ്റു എല്ലാ ഫീച്ചറും രണ്ട് റൂട്ടിലും ഒരുപോലെയാണ്. നമുക്കിനി ഓരോന്നിനും ഡീറ്റെയിൽ ഭാഗത്തേക്ക് പോകാം. ആദ്യം ദ്വിബീജപത്ര വേരിന്റെ ഘടന നോക്കാം. ഡൈക്കോട്ട് റൂട്ടിന്റെ സ്ട്രക്ചർ നോക്കാം. ദ്വിബീജപത്ര സസ്യങ്ങളുടെ വേരിന് മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഉപരിവൃതി, കോർട്ടക്സ്, സ്റ്റീൽ. ഉപരിവൃതി അഥവാ പീലിഫറസ് ലെയർ അല്ലെങ്കിൽ എപ്പിബ്ലമ അല്ലെങ്കിൽ എപ്പിഡെർമിസ് എന്നൊക്കെ പറയും. റൂട്ടിലായതുകൊണ്ടാണ് പീലിഫറസ് ലെയർ എന്നോ എപ്പിബ്ലമ എന്ന് പറയുന്നത്. വേരിന്റെ പുറംപാളിയാണ്. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള നീളമുള്ള റെക്ടാങ്കുലർ ഷേപ്പിലുള്ള പാരങ്കർമ്മ കോശം കൊണ്ട് ഒറ്റ വരിയായിട്ട് കാണപ്പെടുന്നു. ക്യൂട്ടികളോ ആസ്യരന്ധ്രങ്ങളോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. ഉപരിവൃതിയിലെ കോശങ്ങളിൽ നിന്നും ഏകകോശ മൂലരോമങ്ങൾ കാണപ്പെടും. അതായത് എപ്പിഡെർമൽ സെൽസിൽ നിന്നും എപ്പിഡെർമൽ ഹെയർ, റൂട്ട് ഹെയർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാണാൻ കഴിയും. അത് പുറത്തോട്ട് നീണ്ടു നിൽക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ മൂലരോഗങ്ങൾ വേരിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുകയും ജലത്തിന്റെയും ധാതുക്കളുടെയും ആഗിരണത്തിന് സഹായിക്കുകയും ചെയ്യും. റൂട്ട് ഹെയർ ആണ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് എപ്പിഡെർമിസിന്റെ, അതുപോലെ അബ്സോർഷന് സഹായിക്കുകയും ചെയ്യും. ഇവ ആയുസ് കുറഞ്ഞ കോശങ്ങളായതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് നീക്കം ചെയ്യുകയും പുതിയതായിട്ട് ഉണ്ടാവുകയും ചെയ്യും. എപ്പിഡെർമൽ സെൽ എന്ന് പറയുന്നത് ആയുസ് കുറഞ്ഞതായതുകൊണ്ട് അതിന്റെ ടൈം കഴിയുമ്പോൾ, ആയുസ് കഴിയുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുകയും പുതിയ പുതിയ എപ്പിഡെർമൽ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അടുത്തതാണ് കോർട്ടക്സ് അഥവാ ആവൃതി. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഉപരിവൃതിക്കും എപ്പിഡെർമിസിനും സ്റ്റീലിനും ഇടയ്ക്കുള്ള ഭാഗമാണ് കോർട്ടക്സ് എന്ന് പറയുന്നത്. നേർത്ത ഭിത്തിയുള്ള പാരങ്കർമ്മ കോശങ്ങളും നിർമ്മിച്ചിരിക്കുന്നു. വേരിന്റെ കോർട്ടക്സ് കാണ്ഡത്തിന്റെ കോർട്ടക്സിനേക്കാൾ വലുതായിരിക്കും. കാണ്ഡത്തിന്റെ കോർട്ടക്സിനേക്കാൾ വലുതാണ് വേരിന്റെ കോർട്ടക്സ്. കോശങ്ങൾക്കിടയിൽ കോശാന്തര സ്ഥലം കാണപ്പെടുന്നത്, ഇന്റർസെല്ലുലർ സ്പേസോട് കൂടിയ ലൂസ്ലി അറിഞ്ഞൊരു പാരങ്കർമ്മ സെൽസ് ആണ് കോർട്ടക്സിൽ കാണപ്പെടുന്നത്. വേരിന്റെ കോർട്ടക്സ് ഒരേ തരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഹോമോജീനിയസ് നേച്ചറാണ്, ഒറ്റ
ടൈപ്പ് സെൽസ് കൊണ്ട് മാത്രമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഹരിതകണം കാണപ്പെടുന്നില്ല, ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. എന്നാൽ അമൃതവള്ളി, ടിനോസ്പോറ എന്ന് പറയും, അമൃതവള്ളി പോലുള്ള ചെടികളുടെ പേരില് ഏരിയൽ റൂട്ട്, മണ്ണിന്റെ മുകളിൽ കാണുന്ന ഏരിയൽ റൂട്ടില് ഹരിതകണം കൂടെ കാണപ്പെടുന്നു. ഈ കോർട്ടക്സിന്റെ ഏറ്റവും ലിമിറ്റ് ലെയർ അല്ലെങ്കിൽ ആന്തരപാളിയാണ് അന്തർവൃതി അഥവാ എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. അന്തർവ്രതം നിർമ്മിച്ചിരിക്കുന്നത് ബാരൽ ഷേപ്പ്, വീപ്പയുടെ ആകൃതിയിലുള്ള പാരങ്കമ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അന്തർവൃതിയുടെ നെടുകെയുള്ള കോശഭിത്തിയിലും ആന്തരഭാഗത്തുള്ള കുറുകെയുള്ള കോശഭിത്തിയിലും ജലത്തെ കടത്തിവിടാത്ത കഴിവുള്ള അല്ലെങ്കിൽ ജലത്തെ തടഞ്ഞു നിർത്താൻ കഴിവുള്ള മെഴുകു പോലുള്ള ഒരു വസ്തുവായ സ്യൂബറിൻ കൊണ്ട് ആവരണം അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആവരണത്തെ കാസ്പേരിൻ തിക്കനിങ് അഥവാ കാസ്പേരിൻ ട്രിപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എൻഡോഡെർമിസിന്റെ സെല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുന്നതിന്റെ റേഡിയൽ, ചേരുന്ന ഭാഗത്ത് റേഡിയൽ വാളിലും അതുപോലെ അകത്തുള്ള ഇന്നർ ടാൻജൻഷ്യൽ വാളിലും സ്യൂബറിൻ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുറത്തെ ഭാഗത്തെ വാളിൽ കോശത്തിൽ ഇത് കാണപ്പെടുന്നില്ല. അകത്തും അതുപോലെ റേഡിയൽ ഭാഗത്തുള്ള ലേയേഴ്സിലാണ് കാണപ്പെടുന്നത്. ആ സ്യൂബറിൻ എന്ന മെറ്റീരിയലിന്റെ പ്രത്യേകത വാട്ടറിനെ കടത്തിവിടാത്ത ഒരു മെറ്റീരിയലാണ്. ഈ ഒരു തിക്കനിങ്ങിനെയാണ് കാസ്പേരിൻ തിക്കനിങ് എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ സെൽസിലും ഇത് കാണപ്പെടുന്നില്ല. സൈലത്തിന്റെ ചെറിയ സൈലമായ പ്രോട്ടോസൈലത്തിന് നേരെ വരുന്ന, പ്രോട്ടോസൈലത്തിന് പുറത്തായിട്ട് നേരെ വരുന്ന എൻഡോഡെർമസ് സെൽസിന്റെ പ്രത്യേകത അവിടെ അതിന്റെ ഇന്നർ ടാൻജൻഷ്യൽ വാളില് കോട്ടിങ് കാണപ്പെടില്ല. അപ്പൊ ആ കോട്ടിങ് ഇല്ലാത്ത ഭാഗത്തൂടെ ജലത്തിന് കടന്നു പോകുമ്പോഴേക്കും ആ സെല്ലിനെ പാസേജ് സെൽ എന്നാണ് പറയുന്നത്. ചിത്രം പിന്നീട് നോക്കിയാൽ മനസ്സിലാവും. സൈലത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗങ്ങളിൽ ഒരു പാസേജ് സെല്ല് കാണാൻ കഴിയും. അത് അവിടെ കാസ്പേരിൻ ട്രിപ്സ് ആബ്സെന്റ് ആയി. പിന്നെ വേരിന്റെ പ്രത്യേകത ദ്വിതീയ വളർച്ച, സെക്കൻഡറി തിക്കനിങ് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അന്തർവൃതിയിലെ ചില കോശങ്ങൾ മെരിസ്റ്റമായിട്ട് മാറാറുണ്ട്. ദ്വിതീയ മെരിസ്റ്റമായിട്ട്, സെക്കൻഡറി മെരിസ്റ്റമായിട്ട് മാറാറുണ്ട്. റൂട്ടിൽ പ്രത്യേകത നമുക്കറിയാം, ക്യാമ്പിയം എന്ന മെരിസ്റ്റം ആബ്സെന്റ് ആണ്. അപ്പൊ എങ്ങും തന്നെ ക്യാമ്പിയം ഇല്ലാത്തതുകൊണ്ട് വണ്ണം വെക്കണമെങ്കിൽ പുതുതായിട്ടോടെ മെരിസ്റ്റം ഓൾറെഡി ഉള്ള മെച്ചുറായ പെർമനന്റ് ടിഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിനാണല്ലോ നമ്മൾ സെക്കൻഡറി മെരിസ്റ്റം അഥവാ ദ്വിതീയ മെരിസ്റ്റം എന്ന് പറയുന്നത്. മിക്കവാറും എൻഡോഡെർമിസിലെ സെല്ലുകളോ അല്ലെങ്കിൽ കോർട്ടക്സിലെ സെല്ലുകളോ ഒക്കെ ആയിരിക്കും ദ്വിതീയ മെരിസ്റ്റമായിട്ട് മാറുന്നത്. ദ്വിതീയ വളർച്ചയ്ക്ക് ശേഷം ഇവ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻഡോഡെർമിസിലെ കുറച്ച് സെല്ലുകൾ ദ്വിതീയ മെരിസ്റ്റമായിട്ട് മാറുമ്പോൾ ബാക്കി സെല്ലുകൾ ഈ വണ്ണം വെക്കുന്ന സമയത്ത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റീൽ. അന്തർവൃതി അഥവാ എൻഡോഡെർമിസിന് ശേഷമുള്ള അതിനുശേഷമുള്ള അടുത്ത ലെയർ ആണ് പെരിസൈക്കിൾ. അതുമുതൽ ഉള്ളിലുള്ള കംപ്ലീറ്റ് ടിഷ്യൂസിനെ ചേർത്ത് പറഞ്ഞ പേരാണ് സ്റ്റീൽ എന്ന് പറയും. ഈ സ്റ്റീലിൽ നമുക്ക് പ്രധാനമായിട്ടും പെരിസൈക്കിൾ, സംവഹന കലകൾ അതായത് കണ്ടക്റ്റീവ് ടിഷ്യൂസ്, കൺജക്റ്റീവ് ടിഷ്യൂസ്, പിത്ത് എന്നിങ്ങനെ ഭാഗങ്ങളാക്കി തിരിക്കാൻ കഴിയും. അതിൽ ആദ്യത്താണ് പെരിസൈക്കിൾ. എൻഡോഡെർമിസ് അഥവാ അന്തർവൃതിക്ക് ശേഷം കാണപ്പെടുന്ന ഒറ്റ വരിയിൽ കാണപ്പെടുന്ന കട്ടിയുള്ള പാരഗമ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വരിയാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. ചില ചെടികൾ, മൾബറി പോലുള്ള ചെടികൾ ഇത് ബഹു നിരകളായിട്ട് മൾട്ടി സെല്ലുലാർ ലെയർ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഒരുപാട് ജീവദ്രവം പ്രോട്ടോപ്ലാസം കാണപ്പെടുന്നുണ്ട്. വേരിന്റെ ദ്വിതീയ വളർച്ചയിൽ പ്രോട്ടോസെലത്തിന്റെ പുറം ഭാഗത്തുള്ള പെരിസൈക്കിളിന്റെ കോശങ്ങൾ ദ്വിതീയ മെരിസ്റ്റമായിട്ട് മാറും. നേരത്തെ പറഞ്ഞതുപോലെ പെരിസൈക്കിളിന്റെ ചില ഭാഗങ്ങളും വണ്ണം വയ്ക്കുന്ന സമയത്ത് ദ്വിതീയ മെരിസ്റ്റമായിട്ട് മാറാറുണ്ട്. പെരിസൈക്കിളിനെ പെരിക്യാമ്പിയം എന്ന പേരിലും അറിയാം. ക്യാമ്പിയം അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാകാം അങ്ങനെ ഒരു പേര് വന്നത്. പെരിക്യാമ്പിയം എന്നും അറിയപ്പെടുന്നുണ്ട്. വേരിന്റെ പാർശ്വവേരുകൾ വാസ്കുലാർ ക്യാമ്പിയം എന്നിവയുടെ ഉൾപ്പെടെ ഇവിടെ നിന്നായി. വേര് ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ, വേരിന്റെ ബ്രാഞ്ച് പാർശ്വവേരുകൾ ഉണ്ടാകുന്ന ആ ബ്രാഞ്ച് ഉണ്ടാകുന്നത് ഈ പെരിസൈക്കിൾ ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ വാസ്കുലാർ ക്യാമ്പിയം, സൈലത്തിനും ഫ്ലോയത്തിനും ഈ ക്യാമ്പിയം റൂട്ടിൽ ആബ്സെന്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് പെരിസൈക്കിളിന്റെ ഭാഗവും പിന്നെ അതുപോലെ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ മെരിസ്റ്റവും പാരഗമ സെൽസ് ആയിരിക്കും മെരിസ്റ്റമായിട്ട് മാറുന്നത്. ഇപ്പൊ സ്റ്റീലിലുള്ള പെരിസൈക്കിൾ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് സംവഹന കലകൾ, അതായത് കണ്ടക്റ്റീവ് ടിഷ്യൂസ്, വാസ്കുലർ ടിഷ്യൂസ്. സൈലവും ഫ്ലോയും ആണ് ഇതിന്റെ ഉൾപ്പെടുന്നത്. സൈലവും ഫ്ലോയും ഒരുമിച്ചല്ല, സെപ്പറേറ്റ് ബണ്ടിലായിട്ട് കാണപ്പെടും. സൈലം ഒരു ഗ്രൂപ്പ്, ഫ്ലോയം വേറൊരു ഗ്രൂപ്പായിട്ട് പ്രത്യേക ആരങ്ങൾ റേഡിയസിലായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് ഇതിന് റേഡിയൽ ബണ്ടിലുകൾ എന്ന് പറയുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റേഡിയൽ ബണ്ടിൽ എന്താണെന്ന്. റൂട്ടിന്റെ പ്രത്യേകത റേഡിയൽ ബണ്ടിൽ സൈലവും ഫ്ലോയും സെപ്പറേറ്റ് ബണ്ടിൽസ് ആയിട്ട് കാണപ്പെടുന്നു. ദ്വിബീജപത്ര സസ്യങ്ങളുടെ വേരുകൾ ഇവയുടെ എണ്ണം 2 മുതൽ 6 വരെ ആയിരിക്കും. 2 ആണെങ്കിൽ ഡയാർക്ക്, ട്രയാർക്ക്, ടെട്രാർക്ക്, പെൻഡാർക്ക്, ഹെക്സാർക്ക്, ഇങ്ങനെ 2 മുതൽ 6 സൈലവും അതോടൊപ്പം 6 ഫ്ലോയം വരെ കാണപ്പെടാം. ഇതിന്റെ ക്രമീകരണത്തിന് എക്സാർക്ക് എന്നാണ് പറയുന്നത്. എക്സാർക്ക് എന്താണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാർക്കിന്റെ പ്രത്യേകത മെറ്റാസൈലം, വലിയ സൈലം അകത്തോട്ടും പുറത്തോട്ട് പോകുന്നതോറും ചെറിയ സൈലം അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് എക്സാർക്ക് മാനം എന്ന് പറയുന്നത്. അതും റൂട്ടിന്റെ പ്രത്യേകത. സൈലത്തിന്റെ പ്രത്യേകത അതിന്റെ എല്ലാ എലമെന്റ്സും 4 എലമെന്റ്സും 4 കോശാംഗങ്ങൾ, ട്രക്കീറ്റ്സ്, വെസലുകളുടെ എല്ലാ എലമെന്റ്സും കാണാൻ കഴിയും. എന്നാൽ ഫ്ലോയത്തില്
ഫ്ലോയം ഫൈബേഴ്സ് നാരുകൾ കാണപ്പെടുന്നില്ല. അതും നമ്മൾ പറഞ്ഞായിരുന്നു, പ്രൈമറി ഫ്ലോയത്തിൽ കാണില്ല, സെക്കൻഡറി ഫ്ലോയത്തിലായിരിക്കും അതിന്റെ ഫ്ലോയം നാരുകൾ കാണപ്പെടുന്നത്. ഇനി സൈലോം ഫ്ലോയത്തിനും ഇടയ്ക്കുള്ള പാരങ്കമ ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് കൺജക്റ്റീവ് ടിഷ്യൂസ് അഥവാ കോംപ്ലിമെന്ററി ടിഷ്യൂസ് കലകൾ എന്നറിയപ്പെടുന്നത്. സൈലോം ഫ്ലോയത്തിന് ഇടയ്ക്കുള്ള പാരങ്കമ സെൽസിനെയാണ് കൺജക്റ്റീവ് ടിഷ്യൂ അഥവാ കോംപ്ലിമെന്ററി ടിഷ്യൂസ് എന്നറിയപ്പെടുന്നത്. പിന്നീട് ഏറ്റവും സെന്ററിലുള്ള ഭാഗത്തെയാണ് പിത്ത് എന്ന് പറയുന്നത്, കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത്. റൂട്ടിന്റെ ഏറ്റവും സെന്റർ ഭാഗം അത് പാരങ്കമ കോശങ്ങൾ നിർമ്മിച്ചിരിക്കും. ആഹാര സംഭരണം പോലുള്ളതാണ് പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ചില ചെടികളിൽ പിത്ത് കാണപ്പെടാം, ചിലതിൽ പിത്ത് ആബ്സെന്റും ആയിരിക്കും. ഡൈക്കോട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സെക്കൻഡറി തിക്കനിങ്, വണ്ണം വയ്ക്കും. ഡൈക്കോട്ട് സ്റ്റെം വണ്ണം വയ്ക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ റൂട്ടും വണ്ണം വയ്ക്കും. സെക്കൻഡറി തിക്കനിങ്, ദ്വിതീയ വളർച്ച കാണിക്കുന്നു. ഡൈക്കോട്ട് റൂട്ട് പോലെ തന്നെയാണ് മോണോക്രോട്ടിന്റെ സ്ട്രക്ചർ. ചെറിയ വ്യത്യാസങ്ങളും ഞാൻ ചിത്രത്തിലൂടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പിഡെർമിസിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ ഡൈക്കോട്ട് റൂട്ടിന്റെ അതേ സ്ട്രക്ചർ തന്നെയാണ്. അതാണ് അവിടെ ഇരിക്കുന്നത്, വേരിന്റെ ഘടനയ്ക്ക് സമാനമാണ് ദ്വിബീജ പത്രസസ്യങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കോർട്ടക്സും അതുപോലെ തന്നെയാണ്, ഡൈക്കോട്ട് റൂട്ടിന്റെ സ്ട്രക്ചറിന് സെയിം ആണ്. ചില ചെടികളിൽ റൂട്ടില് ബാഹ്യ കോർട്ടക്സ്, ഔട്ടർ കോർട്ടക്സ് കാണപ്പെടുന്നുണ്ട്. അതായത് എപ്പിഫൈറ്റുകൾ, നമ്മുടെ മരവാഴ, ഓർക്കിഡ് പോലുള്ള വെലാമൻ റൂട്ട് എടുക്കുമ്പോൾ അതിൽ കോർട്ടക്സ് രണ്ട് തരം കൈമ കോശങ്ങൾ കൊണ്ടുള്ള ഒരു ഇന്നർ കോർട്ടക്സും ഒരു ഔട്ടർ കോർട്ടക്സും കാണപ്പെടും. വെലാമൻ റൂട്ടിലേക്കാണെങ്കിൽ ആ ഭാഗത്ത് വെലാമൻ ടിഷ്യൂ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രത്യേക ടിഷ്യൂ ആയിട്ടും കാണപ്പെടുന്നുണ്ട്. അത് കോർട്ടക്സ് ഭാഗത്താണ് കാണപ്പെടുന്നത്. അത് ചില മോണോക്കോട്ടിലെ കാണാൻ കഴിയും. പിന്നെ ചില മോണോക്കോട്ടിന്റെ മറ്റൊരു പ്രത്യേകത കോർട്ടക്സിൽ എയർ ക്യാവിറ്റി, വായുറകൾ കാണാൻ കഴിയും. അതാണ് ചേമ്പിന്റെ പ്രത്യേകത. ഏറ്റവും ഉള്ളിലത്തെ ഭാഗത്തെ സ്റ്റീൽ എന്ന് പറയുന്നു. സ്റ്റീലിന്റെ പ്രത്യേകത അതിൻ്റെ സൈലോം ഫ്ലോയും കാണും. അത് 6ൽ കൂടുതലായിരിക്കും, പോളിയാർക്ക് എന്ന് പറയും. മോണോക്കോട്ടിന്റെ പ്രത്യേകത 6 കൂടുതൽ വാസ്കുലർ ബണ്ടിൽസ് കാണപ്പെടും. സൈലത്തിന് പൊതുവെ ഉരുണ്ട ആകൃതിയായിരിക്കും. ഡൈക്കോട്ടാണെങ്കിൽ അത് ഹെക്സാഗണൽ ഷേപ്പിലായിരിക്കും. ബഹുഭുജ ആകൃതിയിലാണെങ്കിൽ മോണോക്കോട്ടിൽ പൊതുവെ ഉരുണ്ട ആകൃതിയിലായിരിക്കും സൈലം കാണപ്പെടുന്നത്. പിത്ത് കുറച്ചുകൂടെ വലുതായിരിക്കും. സെന്റർ ഭാഗം പാരഗമ കോശങ്ങളുടെ പിത്ത് വളരെ വലുതായിരിക്കും, കുറച്ച് വികാസം പ്രാപിച്ചതായിരിക്കും. ദ്വിതീയ വളർച്ച കാണപ്പെടുന്നില്ല. മോണോക്കോട്ട് റൂട്ട് സെക്കൻഡറി തിക്കിന് വണ്ണം വയ്ക്കാറില്ല. ബാക്കി എല്ലാ സ്വഭാവ സവിശേഷതകളും ഡൈക്കോട്ട് റൂട്ടിന് സമാനമാണ്. അടുത്തത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ സ്ട്രക്ചർ, ദ്വിബീജപത്ര കാണ്ഡത്തിന്റെ സ്ട്രക്ചർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് 3 പാർട്ടായിട്ട് തിരിക്കാം. കോർട്ടക്സ്, എപ്പിഡെർമിസ് ആൻഡ് സ്റ്റീൽ. ഉപരിവൃതി, കോർട്ടക്സ്, സ്റ്റീൽ, ഇങ്ങനെ 3ആയിട്ട് തിരിക്കാം. എപ്പിഡെർമിസിന്റെ പ്രത്യേകത പ്രാഥമിക വളർച്ചയിലുള്ള കാണ്ഡത്തിന്റെ ബാഹ്യ ആവരണമായിരിക്കും. പ്രൈമറി സ്ട്രക്ചറിൽ ഇത് കാണാൻ കഴിയും. സെക്കൻഡറി സ്ട്രക്ചർ ആകുമ്പോൾ എപ്പിഡെർമിസ് ഒക്കെ പൊട്ടിപ്പോയിട്ട് പുതിയ ലെയർ ഫോം ചെയ്യും. അതുകൊണ്ടാണ് പ്രാഥമിക വളർച്ചയിൽ മാത്രമേ നമുക്ക് എപ്പിഡെർമിസ് കാണ്ഡത്തിൽ കാണാൻ കഴിയും. അത് ഏകനിരകളായിട്ട് ഒറ്റ വരിയായിട്ടാണ് കാണപ്പെടുന്നത്. പാരഗൈമ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു മെഴുക് പോലത്തെ ആവരണം കാണപ്പെടുന്നുണ്ട്. അതിന് ക്യൂട്ടിക്കിൾ എന്നാണ് പറയുന്നത്. ആ സ്റ്റെമ്മിന്റെ ലീഫിന്റെ പ്രത്യേകതയാണ് ക്യൂട്ടിക്കിൾ കാണപ്പെടുന്നത്. പ്രൊട്ടക്ഷൻ തന്നെയാണ് മെയിൻ ഫംഗ്ഷൻ. പിന്നെ അതുപോലെ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യുക, ജലനഷ്ടം തടയുക എന്നതും അതുപോലെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും മറ്റു അഡ്വേഴ്സ് കണ്ടീഷനിൽ നിന്നും എപ്പിഡെർമിസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. മിക്ക ചെടികളിലും ഉപരിവൃതിയിലെ കോശങ്ങളിൽ നിന്നും രോമങ്ങൾ കാണപ്പെടും. റൂട്ടിലും ഉണ്ടായിരുന്നല്ലോ മൂലരോമങ്ങൾ, അത് ഒറ്റ കോശമായിരുന്നെങ്കിൽ മൾട്ടി സെല്ലർ ബഹുകോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എപ്പിഡെർമൽ ഹെയർ കാണ്ഡത്തിലും ഇലകളിലും കാണാൻ കഴിയും. ഇത് ട്രൈക്കോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കൂടുതലും മൾട്ടി സെല്ലുകളായി. പിന്നീട് എപ്പിഡെർമിസിൽ കാണ്ഡത്തിലാകുമ്പോൾ സ്റ്റൊമാറ്റ, ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നുണ്ട്. സ്റ്റെം ആണെങ്കിലും എപ്പിഡെർമൽ സെൽസിൽ സാധാരണ ക്ലോറോപ്ലാസ്റ്റ് ആബ്സെന്റ് ആവും. ക്ലോറോപ്ലാസ്റ്റ് എപ്പിഡെർമൽ സെൽസിൽ കാണില്ല. നമുക്കൊരു ചിത്രം നോക്കിയിട്ട് നമുക്ക് ബാക്കി സ്ട്രക്ചറിലോട്ട് പോകാം. ചിത്രത്തിൽ കാണുന്നത് ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ് ആണ്. അതിൽ എപ്പിഡെർമൽ ഹെയർ കാണാൻ കഴിയും. എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെയുള്ള റീജിയന് ഹൈപ്പോഡെർമിസ് എന്നാണ് പറയുന്നത്. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകത അത് കോളൻ കൈമ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ക്ലോറൻ കൈമ കാണാം, ദെൻ പാരൻ കൈമ കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് കോർട്ടക്സിന്റെ ലിമിറ്റിംഗ് ഭാഗമായ എൻഡോഡെർമിസും കാണാൻ കഴിയും. ഇപ്പൊ എപ്പിഡെർമിസ് മുതൽ സ്റ്റീൽ വരെയുള്ള ഭാഗത്തെ കോർട്ടക്സ് എന്ന് പറയുന്നു. ആ കോർട്ടക്സിന്റെ പ്രത്യേകത 3 തരം ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. റൂട്ടിലാണെങ്കിൽ ഒറ്റ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നെങ്കിൽ സ്റ്റെമ്മിൽ അത് വ്യത്യാസമാണ്. അതായത് ഹെറ്ററോജീനിയസ് നേച്ചറിലാണ് കാണപ്പെടുന്നത്. എൻഡോഡെർമിസിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. അതിനുശേഷം നമുക്ക് വാസ്കുലാർ സിസ്റ്റം കാണാൻ കഴിയും. സ്റ്റീലില് വാസ്കുലർ സിസ്റ്റം 2 മുതൽ 6 ബണ്ടിലായിട്ട് കാണാൻ കഴിയും. രണ്ടാം ചിത്രം നോക്കുക. ബണ്ടിൽസിന്റെ അറേഞ്ച്മെന്റ് ഒരു ബ്രോക്കൺ റിങ്, മുറിഞ്ഞ വൃത്താകൃതിയിലാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 6 ബണ്ടിൽ വരെ കാണാൻ കഴിയും. പിന്നെ ഓരോ ബണ്ടിലിന്റെ പ്രത്യേകത സൈലോം ഫ്ലോ ഒരുമിച്ചാണ് കാണപ്പെടുന്നത്. ഒരുമിച്ച് കാണപ്പെടുന്നതിനെ കൺജോയിന്റ് ബണ്ടിൽ എന്നാണ് പറയുന്നത്. റൂട്ടിലാണെങ്കിൽ റേഡിയൽ ബണ്ടിലാണെങ്കിൽ സ്റ്റെമ്മില് കൺജോയിന്റ് ബണ്ടിലായിരിക്കും. മറ്റൊരു പ്രത്യേകത ഫ്ലോയം പുറത്തും
സൈലം അകത്തുമായിട്ടാണ് അറിയുന്നത്. ആ ഒരു ലൈൻ നോക്കുക, ഏറ്റവും ഔട്ടറിൽ ഫ്ലോയും പിന്നെ സൈലും, ആ ഒരു രീതി അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേരാണ് ഒരേ ലൈനിൽ ഒരേ റേഡിയസിൽ ആയതുകൊണ്ട് കൊളാട്രൽ ബണ്ടിൽ എന്ന് പറയും. ഡൈക്കോണിന്റെ പ്രത്യേകത സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് മിനിസ്റ്റമായ ക്യാമ്പിയം കാണപ്പെടുന്നുണ്ട്. അതായത് ഫസിക്കുലർ ക്യാമ്പിയം അഥവാ ഇൻട്രാ ഫസിക്കുലർ ക്യാമ്പിയം, വാസ്കുലർ ക്യാമ്പിയം എന്നറിയപ്പെടുന്ന ക്യാമ്പിയം എന്ന മെരിസ്റ്റം കാണപ്പെടുന്നുണ്ട്. ക്യാമ്പിയം ഉള്ളത് കൊണ്ട് തന്നെ ഓപ്പൺ ബണ്ടിൽ എന്നും പറയും. ബണ്ടിലിന്റെ പ്രത്യേകത കൺജോയിന്റ് ആണ്, കൊളാട്രൽ ആണ്, ഓപ്പൺ ബണ്ടിലാണ്. ക്യാമ്പിയം ഉണ്ട്, അത് 6 ഗ്രൂപ്പായിട്ട് കാണപ്പെടും. പിന്നെ ഓരോ ബണ്ടിലിനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഫ്ലോയത്തിന് പുറത്തായിട്ട് സ്ക്ലീറൻ കൈമ കൊണ്ടുള്ള ഒരു ബണ്ടിൽ ക്യാപ്പ് കാണും. അത് ശരിക്കും പെരിസൈക്കിളിന്റെ മോഡിഫിക്കേഷൻ ആണ്. റൂട്ടില് പെരിസൈക്കിൾ ഒറ്റ റിംഗ് ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് ലെയർ അല്ല, പകരം ഓരോ ബണ്ടിലിന്റെ മുകളിൽ ചന്ദ്രക്കല പോലെ ഒരു എന്താണ് ക്ലിയർ കൈമ കൊണ്ടുള്ള ഒരു ബണ്ടിൽ ക്യാപ്പ് ആയിട്ട് കാണപ്പെടുന്നു. പിന്നെ ഓരോ ബണ്ടിൽസിന്റെ ഇടയിൽ പാരങ്കമ ടിഷ്യൂ ഉണ്ട്, അതിനെ നമ്മൾ മെഡുലറി റേസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഓരോ ബണ്ടിലും ഇടയ്ക്കുള്ള പാരങ്കമ സെൽസ്. ഇപ്പം 6 ബണ്ടിൽ ഉണ്ടെങ്കിൽ 6 ബണ്ടിലിന്റെ ഇടയിലുള്ള പാരങ്കമയെ നമുക്ക് മെഡുലറി റേസ് എന്ന് പറയാം. പിന്നീട് ഏറ്റവും സെന്റർ ഭാഗത്തിന് പിത്ത് എന്നും പറയും. ഇനി സൈലത്തിന്റെ അറേഞ്ച്മെന്റ് നോക്കൂ. വലിയ സൈലം പുറത്തോട്ടും അകത്തോട്ട് വരുന്തോറും ചെറിയ സൈലമാണ്. റൂട്ടിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, അതിന് എക്സാർക്ക് എന്ന് പറഞ്ഞു. എങ്കിൽ സ്റ്റെമ്മിൽ അത് എൻഡാർക്കം എന്തായിരിക്കും. മെറ്റാസൈലം പുറത്തോട്ടും പ്രോട്ടോസൈലം അകത്തോട്ടുമാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇത്രയുമാണ് ചിത്രത്തിലൂടെ പറയാനുള്ളത്. നമുക്ക് ഓരോന്നിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എപ്പിഡെർമിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് കോർട്ടക്സ്. ആവൃതി എപ്പിഡെർമിസിനും സ്റ്റീലിനും ഇടയ്ക്കുള്ള ഭാഗമാണ്. വേരിന്റെ കോർട്ടക്സിനേക്കാൾ ചെറുതായിരിക്കും എപ്പോഴും. പിന്നെ ഉപരിവൃതിക്ക് തൊട്ട് താഴെയുള്ള ഭാഗത്തിന് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നു. അവിടെ കോളൻഡെമ കോശം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെക്കാനിക്കൽ സപ്പോർട്ടാണ് മെയിൻ ഫംഗ്ഷൻ. എപ്പിഡെർമിസ് തൊട്ട് താഴെയുള്ള റീജിയാണ് ഹൈപ്പോഡെർമിസ്. ഈ ഭാഗത്തിന് ശേഷം നേരത്തെ കണ്ട് ക്ലോറൻഡെമ, അത് കഴിഞ്ഞ് പാരനം കരകൾ കാണപ്പെടുന്നു. അതായത് മിക്സ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഹെക്ട്രോജീനസ് നേച്ചർ ആണെന്ന് പറയാം. പിന്നെ ഇതിന്റെ ഏറ്റവും ആന്തരപാളി അന്തർവൃതിയാണ്, എൻഡോഡെർമിസ്. റൂട്ടിന്റെ പ്രത്യേകത അതിനകത്ത് കാസ്പെരിയം ട്രിപ്സ് കാണപ്പെടുന്നെങ്കിൽ ഇവിടെ അത് ആബ്സെന്റ് ആയി. പകരം ഓരോ സെല്ലും അന്നജത്തിന്റെ തരികൾ കാണും. അതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് ഷീത്ത് എന്നും അറിയപ്പെടാറുണ്ട്. വേരുകളിൽ കാസ്പെരിയം ട്രിപ്സ് ആണെങ്കിൽ ഇവിടെ സ്റ്റാർച്ച് ഷീത്ത് ആയിരിക്കും. കാസ്പെരിയം ട്രിപ്സ് കാണ്ഡത്തിലെ എൻഡോഡെർമിസിൽ ആബ്സെന്റ് ആയി. സ്റ്റീലിന്റെ പ്രത്യേകത നമുക്ക് അതിനെ പെരിസൈക്കിളും തിരിക്കാം, വാസ്കുലർ ബണ്ടിലും തിരിക്കാം, മെഡുലർ റേസും തിരിക്കാം, പിന്നീട് പിത്തും തിരിക്കാം. പെരിസൈക്കിൾ നേരത്തെ പറഞ്ഞു, ഇവിടെ വേരിനെ പോലെ തുടർച്ചയായിട്ടുള്ള റിംഗ് ആയിട്ട് വലയമായിട്ട് കാണപ്പെടുന്നതിന് പകരം അർത്ഥ ചന്ദ്രാകൃതിയിൽ ഓരോ ബണ്ടിന്റെയും മുകളിലായിട്ട് അന്തർവൃതിക്ക് എൻഡോഡെർമിസിന് തൊട്ട് താഴെ ഓരോ ബണ്ടിന്റെ മുകളിലായിട്ട് ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടും. അത് സ്ക്ലീറംഗം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ വാസ്കുലർ ബണ്ടിലുകളെ അല്ലെങ്കിൽ സംവഹന വ്യൂഹങ്ങൾ എന്ന് പറയാം. അവ സൈലവും ഫ്ലോയും ഒരുമിച്ച് ഒറ്റ ഗ്രൂപ്പായിട്ടിരിക്കുന്നതിനെ കൺജോയിന്റ് ബണ്ടിൽ എന്ന് പറയും. അത് 2 മുതൽ 6 ബണ്ടിൽ വരെ കാണപ്പെടാം. ഇവ തുടർച്ചയില്ലാത്ത ഒരു ബ്രോക്കൺ റിംഗ്, മുറിഞ്ഞ വൃത്താകൃതിയിലായിരിക്കും കാണപ്പെടുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈലവും ഫ്ലോയും ഒരേ ആരത്തിൽ ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ കൊളാട്രൽ ബണ്ടിൽ എന്ന് പറയും. അതായത് സൈലം പുറത്തും ഫ്ലോയും അകത്തുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ കൊളാട്രൽ ബണ്ടിൽ എന്ന് പറയും. ചില ചെടികളിൽ ബൈക്കൊളാട്രൽ ഉണ്ട്. നമ്മൾ അതും പറഞ്ഞിട്ടുണ്ട്. കുക്കുർബിറ്റേസ് ഫാമിലി പറഞ്ഞ സെഫലാൻഡ്ര കോവയ്ക്ക ചെടിയിൽ ഔട്ടർ ഫ്ലോയും അത് കഴിഞ്ഞ് ക്യാമ്പിയം, അത് കഴിഞ്ഞ് സൈലം, പിന്നെ വീണ്ടും ഒരു ക്യാമ്പിയം, പിന്നെ ഒരു ഫ്ലോയും. അപ്പൊ 2 ഫ്ലോയും 2 ക്യാമ്പത്തിന്റെ ഇടയിലായിരിക്കും സൈലം കിടക്കുന്നത്. ആ ലൈനായിട്ട് അറിഞ്ഞിരിക്കുന്നതിന് ബൈക്കൊളാട്രൽ എന്ന്. 2 ഫ്ലോയും 2 ക്യാമ്പിയും സെൻട്രൽ സൈലമുള്ള ബണ്ടിലാണ് ബൈക്കൊളാട്രൽ. അത് കുക്കുർബിറ്റേസിന്റെ ഒരു പ്രത്യേകതയാണ്. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ ക്യാമ്പിയം ഉണ്ടെന്ന് പറഞ്ഞു തന്നെ ഫസിക്കുലർ ക്യാമ്പിയം എന്നോ ഇൻട്രാ ഫസിക്കുലർ ക്യാമ്പിയം എന്നോ അല്ലെങ്കിൽ വാസ്കുലർ ക്യാമ്പിയം എന്ന് പറയാം. ഇവ ഉള്ളത് കൊണ്ട് തന്നെ തുറന്ന സംവഹന നാളീവ്യൂഹം ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയാം. ഡൈക്കോണിന്റെ പ്രത്യേകത ഓപ്പൺ വാസ്കുലർ ബണ്ടിലായി. മെറ്റാസൈലം എപ്പോഴും നേരത്തെ പറഞ്ഞ് പുറത്തോട്ടായിരിക്കും, പ്രോട്ടോസൈലം അകത്തോട്ട് അറേഞ്ച് ചെയ്യും. അതിനെ എൻഡാർക്ക് എന്ന് പറയുന്നു. മെഡുലറി റേസ് സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഓരോ ബണ്ടിൽസിന്റെയും ഇടയ്ക്കുള്ള പാരങ്കമ കോശങ്ങളെ മെഡുലറി റേസ് എന്ന് പറയും. റൂട്ടിൽ പറഞ്ഞത് കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞത് അത് കണക്ക് തന്നെയാണ് ഇവിടെ ഓരോ ബണ്ടിലായിട്ട് കാണുന്നത്. ഓരോ അടുത്തടുത്തുള്ള ബണ്ടിലിന്റെ ഇടയിലുള്ള പാരങ്കമ ടിഷ്യൂസിനെ മെഡുലറി റേസ് എന്ന് പറയുന്നു. തിരച്ചീന സംവഹനത്തിന് ട്രാൻസ്വേഴ്സ് കണ്ടക്ഷന് സഹായിക്കും. ഏറ്റവും സെന്റർ ഭാഗത്തിന്റെ പിത്ത് എന്ന് പറയുന്നത് കാണ്ഡങ്ങളിൽ പൊതുവെ കുറച്ചുകൂടി വലിയ പിത്തുകളായിരിക്കും കാണപ്പെടുന്നത്. സംവരണമാണ് പ്രധാന ധർമ്മം. പിന്നെ എല്ലാ ഡൈക്കോട്ട് സ്റ്റെമുകളും സെക്കൻഡറി ദ്വിതീയ വളർച്ച കാണിക്കുന്നു. അടുത്തത് ഏകബീജ പത്രസസ്യങ്ങളുടെ സ്റ്റെമ്മിന്റെ പ്രത്യേകത. മോണോക്കോട്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകത ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ പ്രത്യേകത കാണ്ഡത്തിൽ എൻഡോഡെർമിസ് കാണില്ല. എൻഡോഡെർമിസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ സ്റ്റീൽ എന്നോ അല്ലെങ്കിൽ കോർട്ടക്സ് എന്ന് തിരിക്കാൻ കഴിയില്ല. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ അകത്ത് മൊത്തം ടിഷ്യൂ ആണ്. എപ്പിഡെർമിസും വാസ്കുലർ ബണ്ടിലും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടിഷ്യൂസിനെ മൊത്തവും നമുക്ക്
അടിസ്ഥാനകല അഥവാ ഗ്രൗണ്ട് ടിഷ്യൂ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടിഷ്യൂ എന്ന് പറയാം. മറ്റു സ്റ്റെമ്മിൽ കാണപ്പെടുന്ന പോലെ റീജിയൻസ് ആയിട്ട് നമുക്ക് ഇവിടെ തിരിച്ചറിയാൻ കഴിയില്ല. ഉപരിവൃത്ത പ്രത്യേകം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാണ്ഡങ്ങൾ സാധാരണ കാണപ്പെടുന്നില്ല, ഹെയർ ആബ്സെന്റ് ആയിരിക്കും, ക്യൂട്ടിക്കിളും സ്റ്റൊമാറ്റൊക്കെ പ്രസന്റ് ആണ്. ബാക്കിയെല്ലാം ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഫീച്ചർ തന്നെയാണ്. ഗ്രൗണ്ട് ടിഷ്യൂ എൻഡോഡമസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എപ്പിഡമിന് ശേഷമുള്ള കംപ്ലീറ്റ് ടിഷ്യൂസിനെ ഏത് മാറ്റിക്കഴിഞ്ഞാൽ സൈലോം ഫ്ലോയും വരുന്ന ബണ്ടിൽസ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ടിഷ്യൂവിനെ അടിസ്ഥാന കലകൾ എന്ന് പറയാം. ഇവിടെ ഹൈപ്പോഡമിസ് കാണും. എപ്പിഡമിസ് തൊട്ട് താഴെ ഹൈപ്പോഡമിസ് ഉണ്ട്. ഡൈക്കോട്ടിൽ ഇത് കോളൻകൈമയാണെങ്കിൽ മോണോക്കോട്ടിൽ സ്ക്ലീറൻജമ ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിച്ചത്. ചിത്രം നോക്കുക, കുറച്ചുകൂടെ കട്ടിയുള്ള സ്ക്ലീറൻജമ ടിഷ്യൂ ഉണ്ടായിരിക്കും ഹൈപ്പോഡമിസ് നിർമ്മിച്ചിരിക്കുന്നത്. ഡൈക്കോട്ടിൽ കോളൻകൈമയാണെങ്കിൽ മോണോക്കോട്ടിൽ സ്ക്ലീറൻകൈമ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള ഭാഗം മുഴുവന് അതിനിടയ്ക്ക് ക്ലോറൻകൈമയും പിന്നെ പാരൻകൈമയും കാണപ്പെടും. വിത്ത് പറയാൻ കഴിയില്ല. വിത്ത് നമുക്ക് വേർതിരിച്ച് കാണിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? എൻഡോഡമസ് ഇല്ലല്ലോ, സെന്റർ എന്ന് കാണാൻ കഴിയില്ല. ഈ വാസ്കുലർ ബണ്ടിൽസ് എല്ലാം ഈ ടിഷ്യൂവിൽ ഇങ്ങനെ ചിതറിയാണ് കിടക്കുന്നത്. എണ്ണം ന്യൂമറസ് ആയിരിക്കും. അതായത് ഒരുപാട് വാസ്കുലർ ബണ്ടിലുണ്ട്, അതിങ്ങനെ ഈ ടിഷ്യൂവിനകത്ത് ചിതറി കിടക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സംവഹന നാളീഭാഗം, അതായത് വാസ്കുലർ ബണ്ടിൽസ്. വാസ്കുലർ ബണ്ടില് ചിതറി കിടക്കുന്നു, എണ്ണം കൂടുതലായിരിക്കും, പോളിയാർക്കായിരിക്കും, ന്യൂമറസ് വാസ്കുലർ ബണ്ടിലായിരിക്കും. പുറത്ത് കാണപ്പെടുന്നത് എപ്പോഴും ചെറുതും അകത്തോട്ട് വരുന്നവരും വലിയ ബണ്ടിലായിരിക്കും കാണപ്പെടുന്നത്. ഇനി ഓരോ ബണ്ടിലും കൺജോയിന്റ് ആയിരിക്കും, കൊളാട്രൽ ആയിരിക്കും. സൈലോം ഫ്ലോയും ഒരുമിച്ചാണ് കാണപ്പെടുന്നത്. ഫ്ലോയും പുറത്തും അകത്ത് സൈലം ഒറ്റ ലൈനിലായിട്ട് കാണപ്പെടുന്നത് കൊളാട്രൽ ബണ്ടിൽ എന്ന് പറയും. ക്ലോസ്ഡ് ബണ്ടിലാണ്. ക്യാമ്പ്യം ആബ്സെന്റ് ആയതുകൊണ്ട് അടഞ്ഞ സംവഹന നാളീവ്യൂഹം എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈക്കോട്ടിന്റെ ബണ്ടിലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ബണ്ടിൽ ക്യാപ്, ക്ലിയറൻസ് ചെയ്യുന്ന ബണ്ടിൽ ക്യാപ് പെരിസൈക്കിളിന്റെ മോഡിഫിക്കേഷൻ ഉണ്ടെന്ന് പറയും. എന്നാൽ ഇവിടെ ബണ്ടിൽ ഷീറ്റ് ആണ്. കണ്ടോ, ചിത്രത്തിൽ കാണാൻ കഴിയും. ഓരോ ബണ്ടിലിനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ക്ലിയറൻസ് ചെയ്യുന്നുള്ള ഒരു ബണ്ടിൽ ഷീറ്റ് കാണാൻ കഴിയും. മറ്റൊരു പ്രത്യേകത ഇതിന്റെ അറേഞ്ച്മെന്റ് ഇന്റർക്ക് തന്നെയാണ്. സൈലം, മെറ്റാസൈലം പുറത്തോട്ടും അകത്തോട്ടും പ്രോട്ടോസൈലം കാണപ്പെടുന്നു. മെറ്റാസൈലം രണ്ടെണ്ണം ഉള്ളൂ, രണ്ട് ഉണ്ടക്കണ്ണ് പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രോട്ടോസൈലം, നോർമലി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കാണും, ഒന്നോ രണ്ടോ പ്രോട്ടോസൈലം. അതൊരു വി ആകൃതിയിലായിരിക്കും അല്ലെങ്കിൽ വൈ ആകൃതിയിൽ അറേഞ്ച് ചെയ്യും. പിന്നീട് അതിന് തൊട്ട് താഴെ പ്രോട്ടോസൈലിന് താഴെ ഒരു ക്യാവിറ്റി കാണും. ശരിക്കും പറഞ്ഞാൽ പ്രോട്ടോസൈലം നശിച്ചു പോയിട്ടുണ്ടായ ഒരു ക്യാവിറ്റിയാണ്, അതിന്റെ ജലം നിറഞ്ഞിരിക്കുന്നുണ്ടാവും. അതിനെ പ്രോട്ടോസൈലം ലാക്യുന അല്ലെങ്കിൽ പ്രോട്ടോസൈലം അറ എന്നാണ് അറിയപ്പെടുന്നത്. ചിത്രം നോക്കാം. അതുപോലെ സെക്കൻഡറി തെറ്റിന് കാണപ്പെടുന്നു. ഡൈക്കോട്ട് സ്റ്റെമ്മിനെ പോലെ ഇത് വണ്ണം വയ്ക്കാറില്ല, പുല്ലൊന്നും വണ്ണം വയ്ക്കാറില്ല. ഡൈക്കോട്ട് റൂട്ടും സ്റ്റെമ്മും വണ്ണം വയ്ക്കുമ്പോൾ മോണോക്കോട്ട് റൂട്ടും സ്റ്റെമ്മും എന്ത് ചെയ്യുന്നില്ല, വണ്ണം വയ്ക്കുന്നു, ദ്വിതീയ വളർച്ച കാണിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റൂട്ട്, സ്റ്റെം തുടങ്ങിയവയുടെ പ്രാഥമിക ഘടന, അതായത് പ്രൈമറി സ്ട്രക്ചർ ആണ് ഡിസ്കസ് ചെയ്തത്. ഡൈക്കോട്ടിന്റെയും മോണോക്കോട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കിലാണ്, കുറച്ച് സ്പീഡിന് എടുത്തിരിക്കുന്നത്. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇലകളുടെ ഘടനയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.